ഇടുക്കി കട്ടപ്പനയിൽ ഒരു ഹൈ റൈഡർ വന്നിട്ടുണ്ട്. ആ ഒരു വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒപ്പം തന്നെ പാലക്കാട് മണ്ണാർക്കാട് എന്നൊരു ബലേനോ വന്നിട്ടുണ്ട്. പിന്നെ നമ്മുടെ സ്വന്തം അങ്കമാലിയിൽ നിന്നാണ് ഈ ഒരു എക്സ്ക്രൂസ് വന്നിട്ടുള്ളത്. റെട്ടിന്ന് ഒരു അൾട്ടോ 800 വന്നിട്ടുണ്ട്. അപ്പൊ ഇതിന്റെയൊക്കെ വർക്കാണ് ഇപ്പോൾ നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ ഫുൾ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് തന്നെ നമ്മൾ അൾട്ടോ 800 ഇത് ഒരു ഇൻഫർടൈൻമെന്റ് ചെയ്യാനായിട്ടാണ്. നോർമൽ നമ്മളെ ബേസ് വേരിയന്റ് ആയിട്ടുള്ള ഒരു ആൻഡ്രോയിഡ് സിസ്റ്റം ചെയ്യുന്നത്. 9 ഇഞ്ച് അതേപോലെ നമ്മൾ ഓഫർ സ്റ്റീരിയോ എന്നൊക്കെ പറയുന്നതാണ്. അത് 2x32 വരുന്ന അത് ഒപ്പം തന്നെ HD ക്യാമറ ചെയ്യുന്നുണ്ട്. പിന്നെ സ്പീക്കേഴ്സ് ചെക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് പുള്ളി. അതേപോലെ തന്നെ ഇതിൽ നോർമൽ ഒരു സിംഗിൾ ഹോണാണുള്ളത്. അപ്പൊ അത് മാറിയിട്ട് നമ്മളെ പോളോ ടൈപ്പ് ഓക്സോവൻ ടൈപ്പ് ഹോൺ കൂടി നമുക്ക് ചെയ്യണം. ഈ ഒരു അൾട്ടോ 800 ഹോൺ ചെയ്യുമ്പോൾ നമുക്ക് ഡ്യുവൽ ഹോൺ ചെയ്യുകയാണെങ്കിൽ നമുക്ക് സെപ്പറേറ്റ് റിലേ കാര്യങ്ങളൊക്കെ ചെയ്യണം. ആംബിയർ കൂട്ടാനായിട്ട് ആംബിയർ കുറവായിരിക്കും. അപ്പൊ ഡയറക്റ്റ് നമ്മളെ ഹോണിന്റെ സ്വിച്ചിൽ നിന്ന് വരുന്ന കണക്ഷൻ മാത്രമാണ്. റിലേ വഴിയല്ല ഈ ഒരു വണ്ടി വന്നിട്ടുള്ളത്. ഇപ്പൊ ഇറങ്ങുന്ന എല്ലാ വണ്ടിക്കും റിലേ ഉണ്ടാവും, പക്ഷെ ഈ ഒരു വേരിയന്റിന് വന്നിട്ടില്ല. അപ്പൊ നമുക്ക് നല്ലൊരു റിലേ കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ട് നമ്മളെ ആ ഒരു ഹെല്ലയുടെ ഹോൺ സെറ്റ് ചെയ്യാനുണ്ട്. പക്ഷെ ബാക്ക് ക്യാമറ ചെയ്യാനായിട്ട് നമ്മൾ ടെയിൽ ലാമ്പ് കാര്യങ്ങളൊക്കെ അയച്ചേക്കാണ്. അപ്പൊ അതിന്റെ കണക്ഷൻ കാര്യങ്ങളൊക്കെ കൊടുത്ത് സ്ലീവ് ഒക്കെ ഇട്ട് വേണം ഈ ഒരു പൊസിഷനിലേക്ക് കൊണ്ടുവന്നിട്ട് നമുക്ക് ക്യാമറ കാര്യങ്ങളൊക്കെ ഇൻസ്റ്റാളേഷൻ ചെയ്യാനായിട്ട്. അപ്പോൾ HD ക്യാമറയാണ്. അത്യാവശ്യം നല്ല ക്ലാരിറ്റി ഉള്ള ഒരു ക്യാമറ നമ്മൾ ചെയ്യണത്. നമ്മുടെ ഈ ഒരു ഇടുക്കി കട്ടപ്പനയിൽ നിന്ന് വന്നിട്ടുള്ള ഹൈ റൈഡറിൽ നമ്മൾ ചെയ്യണ വർക്ക് 360 ഡിഗ്രി ക്യാമറയുണ്ട്. 1080 ക്ലാരിറ്റിയോട് കൂടിയുള്ള ക്യാമറയാണ് നമ്മൾ ചെയ്യുന്നത്. ഒപ്പം തന്നെ ഡാമ്പിംഗ് ഷീറ്റ് ചെയ്യുന്നതിൽ ഡബിൾ ലെയർ ആയിട്ട് ഡാമ്പിംഗ് ചെയ്യുന്നുണ്ട്. ഫ്രണ്ടിൽ മൊറേലിന്റെ കോമ്പൗണ്ട് സ്പീക്കേഴ്സ് ആണ് ചെയ്യണത് ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ട്. അപ്പൊ അത് ബൂസ്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ സോണിയുടെ 4 ചാനൽ ആമ്പും കൂടി ചെയ്യുന്നുണ്ട്. ഒരു സബ് ബൂഫർ കൂടി ഈ ഒരു വണ്ടിയിൽ ഇൻസ്റ്റാൾ ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന്റെ വയറിംഗ് കാര്യങ്ങളൊക്കെ നമ്മളിപ്പോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഡോർ പേഡ് കാര്യങ്ങളൊക്കെ അയച്ചിട്ടുണ്ട്. 360 കണക്ഷൻ വലിക്കാനും ഒപ്പം ഡാമ്പിംഗ് ചെയ്യാനായിട്ട് ഡബിൾ ലെയർ ആയിട്ട് ഡാമ്പിംഗ് ചെയ്യാനായിട്ട്. നമ്മൾ ഈ ഒരു സിംഗിൾ ലെയർ ആയിട്ട് മാത്രം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഉപകാരം ഉണ്ടാവില്ല. ഈ ഒരു 2 സൈഡും ചെയ്യണം. ഈ ഒരു ഉള്ളിലും ചെയ്യണം, പുറത്തും ചെയ്യണം. അതും ചെയ്യുമ്പോൾ ഈ സുസുക്കിയുടെ വണ്ടിയൊക്കെ മെയിൻ ആയിട്ട് ഡാമ്പിംഗ് ചെയ്യണം എന്നൊക്കെ പറയുള്ളൂ. കാരണം എന്ന് വെച്ചാൽ അത്രയ്ക്കും കട്ട് കുറവും അതേപോലെ തന്നെ വൈബ്രേഷനും കാര്യങ്ങളൊക്കെ ഉള്ളൊരു വണ്ടിയാണ് സുസുക്കിയുടെ വണ്ടിക്ക്. അപ്പോൾ കൂടുതലും എല്ലാ വണ്ടിക്കും ഡാമ്പിംഗ് ചെയ്യുകയാണെങ്കിൽ ഉപകാരം ഉണ്ടാവും. പുറത്തുനിന്നുള്ള സൗണ്ട് നല്ല രീതിയിൽ കുറയും. ഒപ്പം തന്നെ വൈബ്രേഷനും നമ്മൾ ഇത്ര നല്ല ഒരു പ്രീമിയം സ്പീക്കേഴ്സ് ഒക്കെ ആഡ് ചെയ്യുമ്പോൾ അതും ബൂസ്റ്റ് ചെയ്തിട്ട് കൊടുക്കണം. അപ്പൊ പവർഫുൾ ആയിട്ടുള്ള സ്പീക്കേഴ്സ് ഒക്കെ ചെയ്യുമ്പോൾ നല്ല രീതിയിലുള്ള വൈബ്രേഷൻ വരും. അത്യാവശ്യം നല്ല ഓഡിയോ ക്വാളിറ്റി നമുക്ക് ഡാമ്പിംഗ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും. പിന്നെ സ്റ്റീരിയോ ഓൾറെഡി നമ്മളിത് ഫിറ്റ്മെന്റ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ആ ഒരു സ്റ്റീരിയോയുടെ വർക്ക് കാര്യങ്ങളൊക്കെ ഏകദേശം കഴിഞ്ഞു. ഇനിയിപ്പോൾ 360 അലൈൻമെന്റ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമുക്ക് നിങ്ങളെ കാണിച്ചു തരാം. സബ് ബൂഫറും ആമ്പൊക്കെ ഇൻസ്റ്റാളേഷൻ ചെയ്യുമ്പോൾ വയറിംഗ് കിറ്റിന് നല്ല രീതിയിൽ ഇമ്പോർട്ടന്റ് കൊടുക്കുക. കാരണം വയറിംഗ് കിറ്റ് നല്ലതല്ലെങ്കിൽ നമ്മൾ ആ ഒരു പെർഫോമൻസ് കാര്യം കിട്ടില്ല. പിന്നെ കുറച്ച് കാര്യം കഴിയുമ്പോഴേക്കും അതിൽ കൂപ്പലൊക്കെ വന്നിട്ട് ആ ഒരു സൗണ്ട് ക്വാളിറ്റിയും അതേപോലെ തന്നെ വയറ് കട്ടാവാനുള്ള ചാൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മളിപ്പോൾ ബാക്കിലേക്ക് വയറിങ്ങൊക്കെ സ്ലീവ് ഒക്കെ ഇട്ടിട്ട് ആ ഒരു സീറ്റിന്റെ അടിയിൽ നിന്ന് ഇവിടം വരെ സ്ലീവ് ഫ്ലെക്സിബിൾ സ്ലീവ് കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് വരച്ചിട്ടുള്ളത്. ഫിനോലെക്സിന്റെ വയറാണ് സബ് ബൂഫറിലേക്ക് കൊടുക്കുന്നത്. ആംബിനും സബിനും സ്കോച്ചിന്റെ വയറിംഗ് ഇട്ട് ചെയ്യണത്. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഈ ഒരു വണ്ടിയിൽ ചെയ്യാനായിട്ട് പോകുന്നത്. ഇത് കഴിഞ്ഞിട്ടുള്ള വീഡിയോ കാര്യങ്ങളൊക്കെ എന്തായാലും ഞാൻ ഇട്ട് കാണിക്കാം. ഇതിപ്പോൾ നമ്മളെ ഷോപ്പിൽ വന്നിട്ടുള്ള എന്തൊക്കെയാണ് വർക്ക് എന്ന് കാണിക്കാനാണ്. പിന്നെ ഈ ഒരു മണ്ണാർക്കാട് വന്നിട്ടുള്ള ഒരു ബലേനോയ്ക്ക് നമുക്ക് നമ്മൾ ആ ഒരു അൾട്ടോ 800 പറഞ്ഞ പോലെ തന്നെ ഓഫർ സ്റ്റീരിയോ ചെയ്യാനായിട്ടാണ്. ഇതിൽ ആപ്പിൾ കാർപ്ലേ ആൻഡ്രോയിഡ് വയർലെസ് ആണ്. തീം കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റീരിയോ ആണ്. ഇനിയിപ്പോൾ ഭാവിയിൽ സ്റ്റീറിംഗ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇതിലേക്ക് സിമ്പിളായിട്ട് തന്നെ ആ ഒരു സ്റ്റീറിംഗ് കൺട്രോൾ കണക്ട് ചെയ്യാൻ പറ്റും. ഈ സ്പേസർ കാര്യങ്ങളൊക്കെ ഡോർ പേഡിൽ ഫിറ്റ്മെന്റ് ചെയ്തു. ഈ ഒരു ഫ്രണ്ട് സ്പീക്കേഴ്സ് ചെയ്യാനായിട്ട് നമുക്ക് വയറിംഗ് ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല. കണ്ടില്ലേ, ഇവിടെ കപ്ലർ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്, വയറിംഗ് വന്നിട്ടുണ്ട് ഈ ഒരു ബലേനയ്ക്ക്. അപ്പോൾ നമുക്ക് ആ ഒരു ഫീമെയിൽ ആയിട്ടുള്ള കപ്ലർ ഈ ഒരു മെയിൽ കപ്ലറിലേക്ക് കണക്ട് ചെയ്താൽ മാത്രം മതി. സ്പേസർ വെച്ചു. ഇനിയിപ്പോൾ ചെറിയൊരു ഫോം വെച്ചിട്ട് അതിന്റെ മുകളിലാണ് സ്പീക്കർ കാര്യങ്ങളൊക്കെ ഇൻസ്റ്റാളേഷൻ ചെയ്യണത്. കോവാക്സൽ സ്പീക്കേഴ്സ് ആണ് ഇപ്പോൾ തൽക്കാലം വെക്കുന്നത് കേട്ടോ. അപ്പോൾ അടുത്ത അപ്ഡേഷനിൽ നമുക്കൊരു ഫ്രണ്ടിൽ കോമ്പൗണ്ട് സ്പീക്കേഴ്സ് വെച്ചിട്ട് ഈ ഒരു കോവാക്സൽ ബാക്ക് ഡോറിലേക്ക് വെച്ചാൽ മതി. ഓക്കെ. പിന്നെ നമ്മുടെ ആ ഒരു എക്സ്ക്രോസിൽ വരുന്ന വർക്ക് കാര്യങ്ങളൊക്കെ എന്ന് പറയുകയാണെങ്കിൽ 360 ഡിഗ്രി ക്യാമറ ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ വിനീൽ ഫ്ലോറിംഗ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന്റെ വർക്ക് കാര്യങ്ങളൊക്കെ 360യുടെ വർക്ക് കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പൊ ഇതാണ് ഇതിന്റെ കമ്പനി വന്ന സ്റ്റീരിയോ കാര്യങ്ങളൊക്കെ കേട്ടോ. കണ്ടില്ലേ. അപ്പൊ ഇത് മാറ്റിയിട്ടാണ് നമ്മൾ സ്റ്റീരിയോ കാര്യങ്ങളൊക്കെ ഇൻസ്റ്റാളേഷൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ 9 ഇഞ്ചാണ് വരുന്ന ഇൻഫർടൈൻമെന്റ് ഈ ലുക്കിലാണ് വന്നിട്ടുള്ളത്. അപ്പൊ ഇത് ഞാൻ വിനീൽ ഫ്ലോറിംഗ് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് സെപ്പറേറ്റ് ഒരു വീഡിയോ കാര്യങ്ങളൊക്കെ ഞാൻ ഇട്ട് കാണിക്കാം. നമ്മൾ ആ ഒരു ബലേനൊക്കെ ചെയ്യുന്ന സ്പീക്കേഴ്സ് പയനിയറിന്റെ കോവാക്സൽ സ്പീക്കേഴ്സ് ആണ്. എന്താ പറയുക, എൻട്രി ലെവൽ ആയിട്ടുള്ള ഒരു സ്പീക്കേഴ്സ് ആണ്. അത്യാവശ്യം നല്ല ക്ലാരിറ്റിയോട് കൂടിയുള്ള ഒരു സ്പീക്കേഴ്സ് ആണ്. നമ്മൾ കൂടുതലും വണ്ടികൾക്ക് ഇതേപോലുള്ള വണ്ടികൾക്ക് ഇൻസ്റ്റാളേഷൻ ചെയ്യണത് ഒരു സ്പീക്കേഴ്സ് ആണ്. റേറ്റിംഗ് കുറവാണ്. അത്യാവശ്യം നല്ല ക്ലാരിറ്റി കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ സോൾഡർ ചെയ്തിട്ട്
ഗ്ലൂ ഗണ്ണൊക്കെ അടിച്ചിട്ടാണ് നമ്മൾ ഫിറ്റ്മെന്റ് ചെയ്യണത്. അപ്പൊ ഇതിന്റെ ഇപ്പോൾ നമ്മളെ ഹൈ റൈഡറിന്റെ ആയാലും അതേപോലെ തന്നെ നമ്മളെ ബലേനയുടെ ആയാലും എസ്ക്രൂസിന്റെ ആയാലും അൾട്ടോ 800 ആയാലും സെപ്പറേറ്റ് നമ്മൾ വീഡിയോ കാര്യങ്ങളൊക്കെ ഇട്ട് കാണിക്കും. അപ്പോൾ ഇപ്പൊ എന്തൊക്കെയാണ് വന്നതെന്നുള്ള ഒരു വീഡിയോ ആയിട്ട് നിങ്ങൾ കരുതിയാൽ മതി.